بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم رب زدني علما وفهما وعقلا وعدبا كاملا رب تمم بالخير والسعادة. ഉളുഹിയ്യത്തിന്റെ മാംസം ആ മുസ്ലിമിന് നൽകുന്നതിന്റെ മതവിധി ലോകത്തുള്ള ഏത് ഭരണഘടനകളിലും ഗവൺമെന്റുകളിലും നാം പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തതായി കാണാം. ഭക്ഷണ സാധനങ്ങൾ നൽകുന്നതിൽ ചിലർക്ക് ഫ്രീ ആയി നൽകുമ്പോൾ മറ്റു ചില വിഭാഗത്തിന് സബ്സിഡി നൽകുന്നു, മറ്റു ചിലർക്ക് ഒന്നും നൽകാതിരിക്കുന്നു. വിദ്യാഭ്യാസ സീറ്റുകൾ, ഭരണസ്ഥാനങ്ങൾ, വകുപ്പുകൾ, ആനുകൂല്യങ്ങൾ, വാഹനങ്ങളിലെ സീറ്റുകൾ, ബോഗികൾ, ടിക്കറ്റ് നിരക്കുകൾ, ആരാധനാ സബ്സിഡികൾ, ഉദ്യോഗങ്ങൾ, ഇങ്ങനെ പലതും പലർക്കും നിശ്ചയിച്ചതും തീരുമാനിച്ചതും നടപ്പിൽ വരുത്തുന്നതും ആ വകുപ്പുകൾ മറ്റുള്ളവർക്ക് ഒരിക്കലും അർഹതപ്പെട്ടതോ വകുപ്പ് മാറി കൈകാര്യം ചെയ്യാനോ പറ്റില്ല. ഇത് അറിയാത്തവർ വളരെ കുറഞ്ഞ പാമരരിൽ പാമരന്മാർ മാത്രമാണ് ഉണ്ടാവുക. സമ്പൂർണ്ണ മതമായ ഇസ്ലാം ഇതുപോലെ ചില വകുപ്പുകളും വസ്തുക്കളും ചില വിഭാഗത്തിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് അവകാശമില്ല. സകാത്ത്, പ്രായശ്ചിത്തം ഉദാഹരണം. ഇതിനർത്ഥം ഈ വിഭാഗമല്ലാത്തവരെ അവഗണിച്ചു എന്നോ പരിഹസിച്ചു എന്നോ തരം താഴ്ത്തി എന്നോ അല്ല. സകാത്തിന്റെ പണം അതിന്റെ അവകാശികൾക്ക് നൽകലോടെ സകാത്തല്ലാത്ത പണം ആർക്ക് വേണമെങ്കിലും നൽകാം. അതുപോലെ ഹജ്ജ് പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ ദിനങ്ങളിൽ പ്രത്യേക നിയ്യത്തോടെ ഖുർബാൻ ചെയ്യപ്പെടുന്ന ഉളുഹിയ്യത്തിന്റെ മാംസം അത് പെരുന്നാൾ ആഘോഷിക്കുന്ന സ്വതന്ത്രരായ മുസ്ലിമീങ്ങൾക്ക് മാത്രം സംവരണം ചെയ്യപ്പെട്ടതാണ്. ആ മുസ്ലിമീങ്ങൾക്ക് ഉളുഹിയ്യത്തിൻ്റെതല്ലാത്ത മാംസം കൊടുക്കേണ്ടതും അവരെ ഭക്ഷണങ്ങൾ ഭക്ഷിപ്പിക്കേണ്ടതും തന്നെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു ആചാരവുമാണത്. പുത്തനാശയക്കാരായ സലഫികൾക്കും ജമാഅത്തുകാർക്കും ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഇങ്ങനെ ഒരു സംവരണമില്ലെന്ന് തെളിയിക്കാൻ കഴിയാതെ വരികയും ഒരു തവണയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബികളോ ഉളുഹിയ്യത്തിന്റെ മാംസം അമുസ്ലിമിന് നൽകിയത് തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ മദ്ഹബിന്റെ ഇമാമുകളുടെ ഉദ്ധരണികളിലെടുത്ത് ദുർവ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിജ്റ 2-ാം വർഷം മുതൽ ഉളുഹിയ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട്. അന്ന് മദീനയിൽ തന്നെ ധാരാളം അമുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. നിങ്ങളോട് യുദ്ധത്തിലേർപ്പെടുകയോ നിങ്ങളെ നാട് കടത്താൻ ശ്രമിക്കുകയോ ചെയ്യാത്ത ആ മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുന്നതിനും നീതി നൽകുന്നതിനും അല്ലാഹു വിരോധിച്ചിട്ടില്ല എന്ന ഖുർആൻ 68 സൂക്തം ഉളുഹിയ്യത്തിന്റെ മാംസം ആ മുസ്ലിമീങ്ങൾക്ക് നൽകണമെന്നാണെന്ന് വ്യാഖ്യാനിക്കുന്ന സലഫി ജമാഅത്തുകാരുണ്ട്. ഇത് ഇവർക്ക് ആര് നൽകിയ വ്യാഖ്യാനമാണ്? ഏത് മുഫസ്സിറാണ് അങ്ങനെ അർത്ഥം നൽകിയിട്ടുള്ളത്? അതുപോലെ അസ്മാ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മുശ്രിക്കത്തായ ഉമ്മയോട് സഹകരിക്കാൻ കൽപ്പിച്ചതും അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വന്താവശ്യത്തിന് അറുത്ത ആടിന്റെ മാംസം നമ്മുടെ ജൂതനായ അയൽവാസിക്ക് കൊടുത്തില്ലേ എന്ന് ചോദിച്ചതും ഉളിഹിയത്ത് മാംസം നൽകുന്നതിന് തെളിവായി അന്തം കമ്മികളായ സലഫികൾ തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവരുടെ തെളിവുകൾ കണ്ടാൽ തോന്നും ഇമാമിങ്ങൾ ആ മുസ്ലിമിന് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നതെന്ന്. എന്താണ് ഇമാമിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ്താവിച്ചതെന്ന് നമുക്ക് നോക്കാം. ശാഫി മദ്ഹബിലെ പ്രശസ്ത കിതാബായ ശറഹുൽ മുഹദ്ദബിൽ ലോക പ്രശസ്ത പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖാല ഇബ്നുൽ മുൻദിർ അജ്മഅത്തിൽ ഉമ്മത്തു على جواز إطعام فقراء المسلمين من الأضحية واختلفوا في إطعام فقراء أهل الذمة فرخص فيه الحسن البصري وأبو حنيفة وأبو ثور وقال مالك غيرهم أحب إلينا وكره مالك عيما اعتاء النصراني جلد الأضحية أو شيئا من لحمها وكرهه الليث قال فإن طبخ لحمها فلا بأس بأكل الذمي مع المسلمين منه. هذا كلام ابن المنذر ولم أر لأصحابنا كلاما فيه ومقتضى المذهب أنه يجوز إطعامهم من ضحية التتبع دون الواجبة والله أعلم. شرح المهذب 8-316. ഇബ്നുൽ മുൻദിർ പറഞ്ഞു, മുസ്ലിമീങ്ങളായ ദരിദ്രർക്ക് ഉളിയത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കൽ അനുവദനീയമാണെന്നതിൽ ഉമ്മത്തിനിക്ക് ഏകാഭിപ്രായമാണുള്ളത്. മുസ്ലിങ്ങൾക്ക് സംരക്ഷണ ബാധ്യതയുള്ള ദരിദ്രരായ ആ മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിപ്പിക്കുന്നതിൽ പണ്ഡിതർക്ക് ഭിന്നാഭിപ്രായങ്ങളാണുള്ളത്. ഹസൻ ബസരി, അബൂ ഹനീഫ, അബൂ സൗർ റളിയല്ലാഹു അൻഹും എന്നിവർ ഇളവ് നൽകിയിട്ടുണ്ട്. ഇമാം മാലിക് പറഞ്ഞു, മറ്റുള്ളവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഉളുഹിയത്തിന്റെ തോലോ മാംസമോ നസ്രാനിക്ക് നൽകുന്നതിന് ഇമാം മാലിക് വെറുപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇമാം ലൈസും അതിനെ വെറുത്തിട്ടുണ്ട്. ഇമാം ലൈസ് തുടർന്ന് പറഞ്ഞു, മാംസം വേവിച്ച് പാകം ചെയ്ത് മുസ്ലിമീങ്ങളോടൊത്ത് മുസ്ലിം സംരക്ഷണം നൽകുന്ന ആ മുസ്ലിം ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. ഇത് ഇബ്നുൽ മുൻദിറിന്റെ ഉദ്ധരണിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ശാഫി മദ്ഹബിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സുന്നത്തായ ഉളഹിയത്തിൽ നിന്ന് മേലുദ്ധരിച്ച മുസ്ലിമീങ്ങൾക്ക് ഭക്ഷിപ്പിക്കുന്നത് അനുവദനീയമെന്നും വാജിബായ ഉളഹിയത്തിൽ നിന്ന് അനുവദനീയമല്ലെന്നും മദ്ഹബിലെ മറ്റു ചില മസ്അലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വരുന്നതാണ്. ശറഹുൽ മുഹദ്ദബ് 8-316. അമുസ്ലിമീങ്ങൾ 3 തരമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് സംരക്ഷണ ബാധ്യതയുള്ളവർ, മുസ്ലിമീങ്ങളുമായി യുദ്ധത്തിലേർപ്പെട്ടവർ, ഇത് രണ്ടുമല്ലാത്ത വിഭാഗം. 1-ാം വിഭാഗമാണ് അഹ്ലുദ്ദിമ്മ. അതിന് ആ മുസ്ലിം എന്ന് അർത്ഥം വച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പുത്തനാശയക്കാർ. ഇമാം നവവി തങ്ങൾ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ശാഫി മദ്ഹബിലെ പണ്ഡിതർ ചർച്ച ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മറ്റു ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത് സുന്നത്തായ ഉളുഹിയത്ത് മേലുദ്ധരിച്ച മുസ്ലിമിന് നൽകാമെന്നും വാജിബായി നൽകാൻ പറ്റില്ല എന്നുമാണ് എന്നാകുന്നു.
എന്നാൽ ഇമാം ഷാഫി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നബി ഇമാമല്ലാത്ത ഇമാമിങ്ങൾ അത് കണ്ടിട്ടുമുണ്ട്, അത് അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി ഷാഫി മദ്ഹബിൽ ഫത്വ നൽകേണ്ട 2 കിതാബിൽ ഒന്നായ തുഹ്ഫയിൽ പറയുന്നു, വലാ യുസ്റഫു ശൈഉം മിൻഹാ ലികാഫിരിൻ അലൻ നസ്സി. തുഹ്ഫ 9364. ഉളിയ്യത്തിൽ നിന്ന് ഒന്നും ഒരു കാഫിറിനും നൽകപ്പെടരുത്. ഷാഫി ഇമാമിന്റെ അർത്ഥശങ്കക്ക് സാധ്യതയില്ലാത്ത പ്രസ്താവന പ്രകാരം ഇത് വ്യാഖ്യാനിച്ച് ഇമാം ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഷാഫി ഇമാമിന്റെ ഈ പ്രസ്താവന പല ഷാഫി ശിഷ്യരും ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി ഇമാം പറഞ്ഞതിനെ അവർ തള്ളുകയും ചെയ്തു. ഇബ്നു ഖാസിം 9365. ബഹുമാനപ്പെട്ട ഇമാം നവവി അത് ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണല്ലോ ചർച്ചയിലേക്ക് പോയത് തന്നെ. ഷാഫി മദ്ഹബിന് ഫത്വ നൽകേണ്ട 2 കിതാബിൽപ്പെട്ട 2ാമത്തെ കിതാബായ നിഹായയിലും ഇതേ ആശയമുണ്ട്. കമാ ലാ യജൂസു ഇത്ആമു കാഫിരിൻ മിൻഹാ മുത്ലഖൻ ويؤخذ من ذلك امتناع إعطاء الفقير والمهدى إليه منها شيئا للكافر إذ القصد منها إرفاق المسلمين بالأكل لأنها ضيافة الله لهم فلم يجوز لهم تمكين غيرهم منه. ഇത് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സംവരണം ചെയ്ത സൽക്കാരമായി നൽകിയതായതുകൊണ്ട് തന്നെ അത് മുസ്ലിമീങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. അതിൽ നിന്ന് ഒന്നും മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് നൽകൽ ജായിസല്ല, കാരണം അത് സംവരണം നൽകപ്പെട്ടതാണ്. നബി ഇമാം നടത്തിയ ചർച്ച ബലഹീനമാണെന്ന് നിഹായയുടെ വ്യാഖ്യാനമായ റശീദിയയിൽ കാണാം. 863. ചുരുക്കത്തിൽ ഇമാമിങ്ങളുടെ ചർച്ച എല്ലാ അമുസ്ലിമീങ്ങളെയും പറ്റിയല്ല, അഹ്ലുദ്ദിമ്മത്തിനെ സംബന്ധിച്ച് മാത്രമാണ്. അവർക്ക് പോലും കൊടുക്കാൻ പറ്റില്ല എന്നതാണ് പ്രബലം. അവരല്ലാത്ത മറ്റു 2 വിഭാഗത്തിന് നൽകുന്നതിൽ ചർച്ച തന്നെ ഇല്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആ മുസ്ലിമിനും ദരിദ്രനാണെങ്കിലും അല്ലെങ്കിലും സുന്നത്തായോ വാജിബായോ ഉളിയ്യത്ത് ഭക്ഷിപ്പിക്കൽ അനുവദനീയമല്ല എന്ന് തുഹ്ഫ വീണ്ടും പ്രസ്താവിച്ചിട്ടുണ്ട്. ലാ യജൂസു ലികാഫിരിൻ അൽഅഖ്ലു മിൻഹാ മുത്ലഖൻ. തുഹ്ഫ 9363. ഉളിയ്യത്ത് സുന്നത്ത് മാത്രമാണെന്ന സലഫി ജമാഅത്ത് വാദം തെറ്റാണ്. സുന്നത്തായ ഏത് ഇബാദത്തും നേർച്ചയാക്കിയാൽ നിർബന്ധമാകുമെന്ന് നിയമം അവർക്കറിയാത്തതിൽ അത്ഭുതമില്ല. അവർക്ക് വിമർശനം മാത്രമാണല്ലോ ലക്ഷ്യം. ഈ നിയമം മതസൗഹാർദ്ദത്തിന് എതിരായി ചിത്രീകരിക്കേണ്ടതില്ല. ഉളിയ്യത്തല്ലാത്ത മാംസം ഹജ്ജ് പെരുന്നാൾ ദിവസങ്ങളിൽ തന്നെ ആ മുസ്ലിമിന് നൽകുന്നതിനെ ഇസ്ലാം വിലക്കിയിട്ടില്ല, പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മേലുദ്ധരിച്ചതും അല്ലാത്തതുമായ ഹദീസുകളും ആയത്തുകളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സത്യം മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.